ജെനുവിൻ പ്രൊഡക്റ്റ് ആയിട്ടുള്ള സാധനം എടുക്കുക. അതായത് നല്ല കമ്പനി ബ്രാൻഡായിട്ടുള്ള സാധനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ അടുത്ത് ഇനി കുറേ ആൾക്കാർക്കുള്ള ഡൗട്ടുകളാണ് നമ്മുടെ ഈ പ്രോട്ടീൻ പൗഡറിനെ പറ്റിയിട്ട്. ഈ പ്രോട്ടീൻ പൗഡർ കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, കിഡ്നി അടിച്ച് പോവും, അതേപോലെ നമ്മുടെ കുട്ടികളുണ്ടാവില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടാവും ഇതിൽ. അപ്പോൾ ഇങ്ങനെ കണ്ണി കണ്ട പൊടികളൊന്നും കുടിക്കാൻ നിൽക്കണ്ട. ഇത് പറയുന്ന ആൾക്കാർ ആരാ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പറ്റിയിട്ട് ഒരു ബന്ധമില്ലാത്ത ടീമായിരിക്കും. അതായത് ഈ ജിം എന്താണെന്നോ ഈ വർക്കൗട്ട് എന്താണോ എന്താണ് പ്രോട്ടീൻ ഒന്നും അറിയാത്ത കുറേ ആളുകളുണ്ട്. അവരായിരിക്കും ഇമ്മാരത്തെ ഓരോ വർത്തമാനങ്ങൾ പറയാം. അപ്പോൾ അതൊന്നും കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഓരോ വർത്തമാനം കേട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളതുപോലെ അങ്ങോട്ട് ഇരിക്കേണ്ടി വരും. അപ്പോൾ ഈ പ്രോട്ടീൻ എന്ന് പറഞ്ഞ സാധനം നമുക്ക് പെർ ഡേ നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു മെയിനായിട്ടുള്ളൊരു സംഭവമാണ്, ഒരു ന്യൂട്രീഷൻസാണ് പ്രോട്ടീൻ. അപ്പോൾ ഈ പ്രോട്ടീൻ നമുക്ക് പല ടൈപ്പിലെടുക്കാം. അതായത് ഫുഡിൽ നിന്ന് എടുക്കാം, സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കാം, പിന്നെ ചിക്കൻ, മീൻ, ബീഫ്, അതിൽ നിന്നൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ പ്രോട്ടീൻ നമുക്കൊരു ശരാശരി കണക്ക് പ്രകാരം പറയണത് ഒരു മനുഷ്യൻ്റെ ബോഡി വെയ്റ്റിൽ എത്ര kg ആണോ അത്രയും ഗ്രാം പ്രോട്ടീൻ വേണമെന്നാണ് സാധാരണ ഒരു ആൾക്ക് വേണ്ടി വരുന്ന പ്രോട്ടീൻ്റെ അളവ് എന്ന് പറയുന്നത്. ഇപ്പോൾ 80 kg വെയിറ്റുള്ള ഒരാളാണെങ്കിൽ 80 ഗ്രാം പ്രോട്ടീൻ പെർ ഡേ നമ്മൾ ഉള്ളിലോട്ട് ഇൻടേക്ക് ചെയ്യണം. അത് നമ്മുടെ ബോണിന്, നമ്മുടെ സ്കിന്നിന്, നമ്മുടെ മസിൽസിന്, അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ശരീരത്തിലുള്ള കംപ്ലീറ്റ് കാര്യത്തിനും വേണ്ട ഒരു മെയിൻ സോഴ്സാണ് പ്രോട്ടീൻ. അപ്പോൾ അത് ഇപ്പോൾ ഒരു കിലോ ചിക്കൻ തിന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ആ പറഞ്ഞ ഒരു പ്രോട്ടീൻ നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു 10-60 മുട്ട അല്ലെങ്കിൽ 30 മുട്ടയൊക്കെ നമ്മൾ തിന്നണം. അതൊക്കെ തിന്നാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോഴത്തെ പ്രോട്ടീൻ പൗഡർ പല ഫ്ലേവറിൽ അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് കലക്കി കുടിക്കാൻ പറ്റുന്നത്. അതായത് ഒരു സ്കൂപ്പ് ഇട്ട് പ്രോട്ടീനിലിട്ട് ഷേക്കിലിട്ട് കുലുക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു 30 ഗ്രാം പ്രോട്ടീൻ സിമ്പിളായിട്ട് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല സംഭവം അതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഞാൻ ഫുഡിൽ നിന്ന് എടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെയാണ് ഇതും ഞാൻ ചെയ്യണത്, പ്രോട്ടീൻ പൗഡറും യൂസ് ചെയ്യണത്. അപ്പോൾ ഞാനൊരു ദിവസം ഒരു 1/2 കിലോൻ്റെ മേലെ ചിക്കൻ കഴിക്കുന്നുണ്ട്, പിന്നെ ഒരു 10 എഗ്ഗ് കഴിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പോരാഞ്ഞിട്ടും, കാരണം നമ്മളൊരു സാധാരണ നോർമൽ ലെവലിലല്ല, നമ്മളെ മസിൽസിനെ കൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ ഈ ജിമ്മിന് പോകുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇതിലുണ്ട് കേട്ടോ, കുറേ ആൾക്കാർക്ക് ഡൗട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ പ്രോട്ടീൻ അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ ഇല്ല. വേറെ കുറച്ച് ആൾക്കാരുണ്ട് വൈകുന്നേരങ്ങളിൽ 2 അടിക്കുന്ന ടീം. അവരുടെ അടുത്ത് നമുക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കാരണം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കറിയാം. കാരണം അങ്ങനെ ഞാൻ കുറ്റപ്പെടുത്തില്ല കേട്ടോ, കാരണം ഞാനും ഇതുപോലെ മുന്നേ ഡ്രിങ്ക്സ് ആയിട്ടും സ്മോക്കായിട്ടൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ ഇത് കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ അതിൽ. അതായത് നമ്മൾ അടിച്ചിട്ട് നമുക്ക് അപ്പം കിട്ടുന്ന ഒരു സാറ്റിസ്ഫൈഡ് ഉള്ളതിൽ, പക്ഷേ ഈ ജിമ്മിന് പോയിട്ട് നമ്മൾ ഈ പ്രോട്ടീനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ടൈമിൽ മാത്രമല്ല, അതിന് ശേഷമാണ് നമുക്ക് അതിൻ്റെ പവറൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ വെള്ളടിക്കാരെ ഞാൻ ഒരിക്കലും കുറ്റം വരുത്തുന്നില്ല, കാരണം അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, ഉപദേശിക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് സ്വയം നിർത്തിയതാണ് എല്ലാ സംഭവവും. കുറേ ആൾക്കാർ പറയേണ്ടുന്ന ആവശ്യം നമുക്ക് വരുത്തിയിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. വെള്ളടി നിർത്തിക്കൂടെ എന്നൊന്നും പറഞ്ഞിട്ടില്ല, കാരണം അത്രയൊന്നും ഉണ്ടായിരുന്നില്ല, നോർമൽ ലെവലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ എന്തായി, നമുക്ക് എന്തിനോടെങ്കിലും ഒരു ലഹരി വേണമെന്നുള്ളതുള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ ലഹരി ജിമ്മിലോടാണ്, വർക്കൗട്ടിലോടാണ്. അപ്പോൾ വലിയൊരു കുഴപ്പമൊന്നുമില്ല. നമ്മൾ കുറച്ച് പിന്നെ പ്രോട്ടീനും കുറച്ച് അതിന് വേണ്ട സപ്ലിമെൻറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി പോകുമ്പോഴും നമ്മൾ മുന്നേ ഉപയോഗിച്ചിരുന്ന സിഗരറ്റും മദ്യത്തിൻ്റെയൊക്കെ പൈസ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ രണ്ടും സെയിം തന്നെയാണ്. വല്ലാണ്ട് അതിൽ വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല. പിന്നെ ചില സമയങ്ങളിൽ കുറച്ച് കൂടുതൽ സപ്ലിമെൻ്റ്, അതായത് ഇപ്പോഴത്തെ ടൈമിൽ കോമ്പറ്റീഷൻ ടൈമൊക്കെയാണ് വരുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ പൈസ നമ്മൾ ഇറക്കേണ്ടി വരും. അത് കൊല്ലത്തിലൊന്നും വരുന്നതല്ലേ, അതൊന്നും വിഷയമല്ല എന്നുള്ളൊരിതിലാണ്. കാരണം വിഷയം എന്നില്ല എന്നല്ല കേട്ടോ, വിഷയമാണ്. പക്ഷെ എന്നാലും കൂടിയിട്ട് നമ്മളതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഭംഗിക്ക് നടന്നു പോകുന്നുണ്ട്. അപ്പോൾ പ്രോട്ടീനിൽ അത്ര വലിയ കേടൊന്നുമില്ല, ചുരുക്കം പറയച്ചപ്പോൾ അത്രേ ഉള്ളൂ. പ്രോട്ടീനിൽ അത്ര വലിയ കേടൊന്നുമില്ല. അധികമായാൽ അമൃതം വിഷം, അത്രേ ഉള്ളൂ സംഭവം. അതായത് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ലെവലിൽ കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരില്ല, ഒക്കെ ഒരു പാകത്തിനായാൽ മതി. ഞാനൊരു ദിവസം 2-3 സ്കൂപ്പൊക്കെ വേ പ്രോട്ടീൻ കുടിക്കുന്നുണ്ട്, കാരണം ഇപ്പോഴത്തെ ടൈമിൽ എനിക്ക് അതുള്ളൂ, പ്രോട്ടീനുള്ളൂ, വേറെ ഒന്നുമില്ല. കാർബൊക്കെ കട്ട് ചെയ്തേക്കാണ്. കാർബൊക്കെ കട്ട് ചെയ്ത കാരണം കൊണ്ടാണ് നമ്മൾ കൂടുതൽ പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യുന്നത്, ചിക്കനായിട്ടും ഇതായിട്ടും. കാരണം ചോറ് കഴിക്കുന്നുണ്ട് വളരെ കുറച്ചുള്ളൂ, പക്ഷെ നമുക്ക് അതിൽ എനർജി കിട്ടണ്ടേ. അപ്പോൾ സംഭവം ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു പോകണത്, ഭംഗിക്ക് തന്നെ നടന്നു പോകണത്, ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല.
അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അധികമായാൽ അമൃതും വിഷം. അപ്പോൾ പ്രോട്ടീൻ എടുക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഈ ഒരു കാര്യം നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. ഒരു ജെന്യുവിൻ പ്രൊഡക്റ്റ് ആയിട്ടുള്ള സാധനം എടുക്കുക. അതായത് നല്ല കമ്പനി ബ്രാൻഡായിട്ടുള്ള സാധനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ലാബിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ട്, എത്ര ഗ്രാം കാർബ് ഉണ്ട്, ഷുഗർ ആണോ, ഷുഗർ ഫ്രീ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നല്ല കമ്പനി സാധനമായിരിക്കണം. കമ്പനി സാധനമായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കാണാൻ പറ്റും. അത് ഇന്ത്യൻ ആയിക്കോട്ടെ, അമേരിക്കൻ ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, കമ്പനിയുടെ നല്ല ബ്രാൻഡായിട്ടുള്ള സാധനം കണ്ട ചാത്തനൊക്കെ വാങ്ങി അടിച്ചിട്ട് വെറുതെ ഓരോ അസുഖങ്ങൾ വരുത്താം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പ്രോട്ടീൻ പൗഡർ വലിയ ഒരു കേടുള്ള സാധനമൊന്നുമല്ല. അറിഞ്ഞ് സൂക്ഷിച്ചുപയോഗിച്ചാൽ ഒരു കുഴപ്പമില്ല.